Hi friends, welcome to Richu's Dine and Designs. പച്ചമാങ്ങ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന്. അരപ്പൊക്കെ അരച്ച് കറി വെക്കാൻ മടിയുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയ ശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും 3-4 പച്ചമുളക് എരിവിനാവശ്യമായതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരമുറി തേങ്ങയാണ് ആവശ്യം പാല് പിഴിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒരു 5 മിനിറ്റോളം മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ പിഴിഞ്ഞ് 1-2 പാലെടുക്കണം. 1-ാം പാല് മാറ്റി വെച്ച ശേഷം 2-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങാ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മാങ്ങായ്ക്കൊന്നും അധികം വേവില്ല. അത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് ആവശ്യമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. മാങ്ങ ഇപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കുകയും ചെയ്യാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മളാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന സിമ്പിളായിട്ടും എന്നാൽ അടിപൊളിയായിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.